ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 62. ഇന്ദ്രമഖ ഭംഗം. ഇന്ദ്രന് യാഗം ചെയ്യുന്നത് ഭംഗം, മുടക്കുന്നു, അതാണ് ഭംഗം വരുത്തുന്നു. നമുക്ക് വായിക്കാം. ശ്ലോകം 1. കഥാചിൽ ഗോപാലാൻ വിഹിതമഖ സംഭാര വിഭവാൻ നിരീക്ഷത്വം ശൗര്യേ മഖവ മദം ഉദ്ധംസിതോ മനാ വിജാനൻ അപ്യേതാൻ വിനയ മൃദു നന്ദാദി പശുപാൻ അപൃച്ഛ കോവായം ജനക ഭവതാ ഉദ്യമായിതി. കഥാചിൽ ഗോപാലാൻ വിഹിതമഖ സംഭാര വിഭവാൻ നിരീക്ഷ്യത്വം ശൗര്യേ മഖവ മദം ഉദ്ധംസിതു മനാ വിജാനൻ അപ്യേതാൻ വിനയ മൃദുനന്ദാദി പശുപാൻ അപൃച്ഛ കോവായം ജനക ഭവതാം ഉദ്യമായിതി. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു, ഒരിക്കൽ ഗോപാലന്മാർ വിഹിത കർമ്മമായ ഇന്ദ്രയാഗം നടത്തുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത് ഭഗവാൻ കണ്ടു. അപ്പോൾ ഹേ ഭഗവാൻ ശൗരേ, അങ്ങ് ഇന്ദ്രൻ്റെ ഗർവം അടക്കാനായി നിശ്ചയിച്ചു. അപ്പോൾ പിതാവും അത് നന്ദഗോപരും ഗോപാലന്മാരെല്ലാം ഇന്ദ്രൻ്റെ യാഗത്തിന് വേണ്ടി ഇന്ദ്രയാഗം നടത്തുന്നതിൻ്റെ ആരംഭങ്ങൾ ഒരുക്കങ്ങൾ ചെയ്യുന്ന ഭഗവാൻ കണ്ടിട്ട് നിൽക്കുന്നത്. അതിന് ഇന്ദ്രൻ ഈ ഭട്ടതിരിപ്പാട് പറയുന്നു, ഏ ഭഗവാൻ ശൗരേ അങ്ങ്. അപ്പോൾ എന്ത് വന്നു? ഇന്ദ്രൻ്റെ ഗർവ് അടക്കാനായി നിശ്ചയിച്ചു. ഇന്ദ്രന് യാഗം നടത്തുന്നത് മുടക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. ഇന്ദ്രന് അഹങ്കാരം ഉള്ളതുകൊണ്ട്. കാര്യമെല്ലാം ഭഗവാൻ കൃഷ്ണന് അറിയാമായിരുന്നു. എങ്കിലും ഒന്നും അറിയാത്ത മട്ടിൽ ഭഗവാൻ നന്ദാദി ഗോപാലന്മാരോട് വിനയമായും മധുരമായും ചോദിച്ചു. ഭഗവാൻ അറിയാം ഇത് ഇന്ദ്രൻ്റെ യാഗത്തിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്, ഒരുക്കങ്ങൾ ഇത് മനസ്സിലാക്കിയെങ്കിലും അറിയാത്ത മട്ടിൽ കുട്ടിയാണല്ലോ. അതുകൊണ്ട് അച്ഛനോട് ചോദിച്ചു, വിനയത്തോടുകൂടിയും മധുരമായും ചോദിച്ചു, അച്ഛാ നിങ്ങൾ എന്തിനാണ് ഉദ്യമിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇതൊക്കെ ഒരുക്കുന്നത് എന്ന് അറിയാമെങ്കിൽ പോലും അറിയാത്ത ഭാവത്തിൽ അച്ഛനോട് കൃഷ്ണൻ ചോദിച്ചു. എന്താ അച്ഛാ ഇവിടെ ഇത് എന്തിനു വേണ്ടിയായി ഉദ്യമിക്കുക എന്ന് വെച്ചാൽ ഇത് എന്തിനുള്ള ഒരുക്കമായെന്ന് ചോദിച്ചു. രണ്ടാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 2. ബഭാഷേ നന്ദസ്ത്വാം സുതാ നനു വിധേയോ മഖവതോ മഖോ വർഷേ വർഷേ സുഖയതി സ വർഷേണ പൃഥിവീം നൃണാം വർഷായൽ തം നിഖിലം ഉപജീവ്യം മഹിതലേ വിശേഷാൽ അസ്മാകം തൃണസലില ജീവ്യാഹി പശവ. ബഭാഷേ നന്ദസ്ത്വാം സുതാ നനു വിധേയോ മഖവതോ മഖോ വർഷേ വർഷേ സുഖയതി സ വർഷേണ പൃഥിവീം നൃണാം വർഷായൽ തം നിഖിലം ഉപജീവ്യം മഹിതലേ വിശേഷാൽ അസ്മാകം തൃണസലില ജീവ്യാഹി പശവ. നന്ദഗോപർ ഇന്ദ്രവടിയോട് പറഞ്ഞു, കൃഷ്ണനോട് പറഞ്ഞു, പുത്രാ, ആണ്ടുതോറും ഇന്ദ്രയാഗം നടത്തേണ്ടതുണ്ട്. ആ യജ്ഞം മൂലമാണ് മഴ വേണ്ടത്ര ഇവിടെ കിട്ടുന്നത്. ഭൂമിയിൽ മഴ വരുന്നത് ഇന്ദ്രനാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് കൃഷ്ണനോട്. ഇന്ദ്രനാണ് ആ മഴ പെയ്യിക്കുന്നത്. ഇന്ദ്രന് അതുകൊണ്ട് ആണ്ടുതോറും യാഗം നടത്തണം. അപ്പോൾ ഇന്ദ്രന് സന്തോഷം വരുമ്പോഴാണല്ലോ ഇവിടെ മഴ പെയ്യിക്കുന്നത്. മഴ കൊണ്ടാണ് ഭൂമിയിൽ സൗഖ്യമുണ്ടാകുന്നത്. ഭൂമിയിൽ മനുഷ്യർക്കെല്ലാം തന്നെ ജീവിക്കാൻ വേണ്ടതെല്ലാം മഴ കൊണ്ടാണ് ഉണ്ടാകുന്നത്. മഴയെ ആശ്രയിച്ചാണ് ഭൂമിയിൽ വിളവുണ്ടാകുന്നത്. ആ വിളവാണ് മനുഷ്യർക്ക് ജീവിക്കാൻ ആശ്രയം. വിശേഷിച്ചും നമുക്ക്. കാരണം നമ്മുടെ പശുക്കൾക്ക് പുല്ലും വെള്ളവും ആവശ്യമാണ്. പശുക്കൾക്ക് കൂടുതലും ഇവിടെ പശുകൃഷി ആയതുകൊണ്ട് കൂടുതലും അവർക്കാണ് ആവശ്യം. അതുകൊണ്ട് നമുക്കാണ് ഇവിടെ കൂടുതലും ഈ മഴ ആവശ്യം. മഴ കൊണ്ടാണ് പശുക്കൾക്കും മനുഷ്യർക്കും ജീവിക്കാൻ വേണ്ടത്ര വക കിട്ടുന്നത്. അപ്പോൾ മഴ പെയ്യിക്കുന്നതിന് വർഷം തോറും ഇന്ദ്രനെ സന്തോഷിപ്പിക്കണം. അതിനാണ് ഇന്ദ്രയാഗം നടത്തുന്നത് എന്ന് ഭഗവാനോട് പിതാവായ നന്ദഗോപർ പറഞ്ഞു.
നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 3. ഇതി ശ്രുത്വാ വാചം പിതുർ അയി ഭവാൻ ആഹ സരസം തിക്ക് ഏതൽ നോ സത്യം മഘവ ജനിതാവൃഷ്ടിർ ഇതിയൽ അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിം ഇന്ദ്രായ ദദതേ. ഇതി ശ്രുത്വാ വാചം പിതുർ അയി ഭവാൻ ആഹ സരസം തിക്ക് ഏതൽ നോ സത്യം മഘവ ജനിതാവൃഷ്ടിരിതിയാത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിം ഇന്ദ്രായ ദദതേ. അപ്പോൾ ഇപ്രകാരമുള്ള അച്ഛൻ്റെ വാക്കുകൾ കേട്ട ഭഗവൻ അങ്ങ് ഭട്ടതിരിപ്പാട് പറയുന്നു, കാട്ടിൽ ഇത് എല്ലാവർക്കും പശുക്കൾക്കെല്ലാം ഇവിടെ ആവശ്യമായ പുല്ലുമൊക്കെ വേണം. അതുകൊണ്ട് ഇന്ദ്രൻ യാഗം ചെയ്തതുകൊണ്ടാണ്, സന്തോഷം കൊണ്ടാണ് ഇന്ദ്രൻ ഇവിടെ മഴ പെയ്യുന്നതാണ്. അത് കേട്ടപ്പോൾ അച്ഛൻ്റെ വാക്കുകൾ കേട്ട ഭഗവൻ കൃഷ്ണൻ അങ്ങ് സരസമധുരമായി അച്ഛനോട് പറഞ്ഞു, കഷ്ടം തന്നെ, ഇന്ദ്രനാണ് മഴ പെയ്യ്ക്കുന്നതെന്ന് അല്ലേ, കൊള്ളാം, അത് ശരിയല്ല, സത്യമല്ല എന്ന് ഭഗവാൻ അച്ഛനോട് പറയുന്നു. കഷ്ടം തന്നെ, ഇന്ദ്രനാണ് മഴ പെയ്യ്ക്കുന്നതെന്ന് അല്ലേ, എന്നുവെച്ചാൽ ചോദ്യം പോലെയാണത്. കൊള്ളാം, അത് ശരിയല്ല, സത്യമല്ല. ജീവികളുടെ പുണ്യമാണ് മഴയ്ക്ക് ആധാരം. ഓരോരുത്തരുടെയും ചെയ്വനയുടെ പുണ്യം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും, മൃഗങ്ങളായാലും മനുഷ്യനായാലും അതായത് കാട്ടിലും എല്ലാം ഒന്നുപോലെ മഴ പെയ്യുന്നതാണ് ഭഗവാനോട് പറയുന്നത്. ജീവികളുടെ പുണ്യമാണ് മഴയ്ക്ക് ആധാരം. വേണ്ട വിധം മഴയുണ്ടാകാൻ കാരണം ജീവികളുടെ കർമ്മഫലമാണ്. മനുഷ്യൻ യാഗം ചെയ്യുന്നു, എന്നാൽ കാടുകളിലെ വൻമരങ്ങൾ ഇന്ദ്രന് എന്തു ബലിയാണ് കൊടുക്കുന്നത്? കാട്ടിലെ മരങ്ങൾക്കും വെള്ളം കിട്ടും, മഴ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മരങ്ങൾ എന്താ യാഗം ചെയ്യുന്നു? ഭഗവാൻ ചോദിക്കുന്നു. മനുഷ്യർക്ക് മാത്രമല്ലല്ലോ, ഇവിടെ ഭൂമിയിൽ മറ്റ് ജീവജാലങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, അതുകൊണ്ട് വലിയ വലിയ വൃക്ഷങ്ങളുണ്ട്. ഇവർക്ക് ഇഷ്ടം പോലെ വെള്ളമൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതിന് അവർക്ക് വേണ്ടി ആര് യാഗം ചെയ്യുന്നു? അതാണ് ഇവിടെ ഭഗവാൻ ചോദിക്കുന്നു. എന്നാൽ കാടുകളിലെ വൻ മരങ്ങൾ ഇന്ദ്രന് എന്ത് ബലിയാണ് കൊടുക്കുന്നത്? എന്ത് യാഗമാണ് അവർ ചെയ്യുന്നത്? കാടുകളിൽ മരങ്ങൾ വളരുന്നുണ്ടല്ലോ, അത് ഇന്ദ്രയാഗം നടത്തിയിട്ടാണോ? കാട്ടിലെ മരങ്ങൾ ഇന്ദ്രന് യാഗം ചെയ്തിട്ടാണോ അവർക്ക് വെള്ളം കിട്ടുന്നത്? കാടുകളിൽ വലിയ വൃക്ഷങ്ങൾക്കായാലും പുല്ലിനായാലും എല്ലാം. അതായത് ഭഗവാൻ പറയുന്നത്, ഇന്ദ്രനൊന്നുമല്ല മഴ പെയ്യിക്കുന്നത്. എന്തിനാണ്? കർമ്മത്തിനൊത്ത അനുഭവമാണ് ജീവികൾക്ക് കിട്ടുന്നത്. അതിന് ഇന്ദ്രൻ കാരണക്കാരനല്ല. അതുകൊണ്ട് ഇന്ദ്രന് യാഗം നടത്തേണ്ടതില്ലെന്നാണ് ഭഗവാൻ പറഞ്ഞത്. യുക്തം ഭഗവാൻ അത് സമർത്ഥിക്കുന്നു. സത്യം ശരിയല്ലേ? ഇപ്പം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വന്നപ്പം വെയിലിൻ്റെ ഇതുകൊണ്ട് വെള്ളം വറ്റി ആകാശത്തേക്ക് കാർമേഘമായി നിന്ന് തടഞ്ഞു നിർത്തിയിട്ട് അവിടുന്ന് മഴ പെയ്യുന്നു. പക്ഷേ അന്നുള്ള മനുഷ്യർക്ക് ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് ഇന്ദ്രനാണ് ഇതൊക്കെ ചെയ്തു തരുന്നതെന്നാണ് പിതാവ് വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും അതുപോലെ യാഗം ചെയ്യുന്നു. അപ്പോൾ ഭഗവാനെ തീർത്ത് യുക്തം ഭഗവാൻ അത് സമർത്ഥിക്കുന്നു, ഇന്ദ്രനല്ല മഴ തരുന്നത് എന്ന്. നമുക്ക് ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, യാഗമൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഭഗവാൻ അതിന് വേണ്ടുന്ന പോംവഴിയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.